ലോകകപ്പ് 2026 യോഗ്യതാ മത്സരങ്ങളുടെ വേളയിൽ യൂറോപ്പിലെ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഏറ്റുമുട്ടലായിരുന്നു പോർച്ചുഗൽ ഹംഗറി മത്സരം. പോർച്ചുഗീസ് ടീമിന്റെ താരനിരയിൽ കരുത്തുറ്റ ആക്രമണക്കാരും പരിചയസമ്പന്നരുമായ മിഡ്ഫീൽഡർമാരും ഉണ്ടായിരുന്നുവെങ്കിലും മത്സരത്തിന് മുൻപ് തന്നെ വിദഗ്ധർ പറഞ്ഞിരുന്നത് ഹംഗറിയെ എളുപ്പത്തിൽ തോൽപ്പിക്കാനാവില്ല എന്ന് തന്നെയായിരുന്നു. കാരണം സ്വന്തം മണ്ണിൽ കളിക്കുന്ന ഹംഗറി എല്ലായ്പ്പോഴും ആരാധകരുടെ കരുത്തും ആത്മവിശ്വാസവും ആശ്രയിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. പോർച്ചുഗൽ താരങ്ങൾ കഴിഞ്ഞ ഏതാനും മത്സരങ്ങൾ നേടിയ ജയങ്ങൾ കൊണ്ട് ഉയർന്ന ആത്മവിശ്വാസത്തിലായിരുന്നുവെങ്കിലും ഹംഗറി അതിനെ ഒരിക്കലും പേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യ വിസിൽ മുഴങ്ങുന്ന നിമിഷം മുതൽ തന്നെ കളി വളരെ വേഗതയിലൂടെയായിരുന്നു മുന്നോട്ട് പോയത്. പോർച്ചുഗൽ അവരുടെ പതിവ് രീതിയിൽ പന്ത് കൈവശം വെച്ച് ആക്രമണത്തിലേക്ക് നീങ്ങിയപ്പോൾ ഹംഗറി കൗണ്ടർ അറ്റാക്കുകൾക്ക് പ്രാധാന്യം നൽകുകയായിരുന്നു. ഇരു ടീമുകളും പരസ്പരം സമ്മർദ്ദത്തിലാക്കി മുന്നേറുന്ന രീതിയിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. പന്തിന്റെ ഒഴുക്കും ആരാധകരുടെ ആവേശവും ഇരു ടീമുകളുടെ കളിതന്ത്രങ്ങളും ഓൾ ആർ കമ്പൈൻഡ് ടു മേക്ക് എ ട്രൂ ഫുട്ബോൾ ട്രെയിലർ. ആദ്യ പകുതിയിൽ ചില അവസരങ്ങൾ പോർച്ചുഗലിന് ഗോൾ നേടാൻ സഹായിച്ചില്ലെങ്കിലും അത് ആരാധകരെ കൂടുതൽ ആവേശത്തിലാഴ്ത്തുന്നതായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പോർച്ചുഗലിന് വലിയ സാധ്യതയാണ് ഉണ്ടായിരുന്നത്. ബ്രൂണോ ഫെർണാണ്ടസ് തന്റെ കൃത്യതയാർന്ന പാസുകളിലൂടെ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഡിയാഗോ ജോട്ടയും ഹംഗറിയുടെ പ്രതിരോധത്തെ കുഴപ്പത്തിലാക്കുകയായിരുന്നു. എങ്കിലും ഹംഗറിയുടെ ഗോൾ കീപ്പർ അത്ഭുതകരമായ ചില സേവുകൾ നടത്തി സ്വന്തം ടീമിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. 15-ാം മിനിറ്റിൽ റൊണാൾഡോ നടത്തിയ ഹെഡർ ഗോൾ പോസ്റ്റിന് ഇഞ്ചുകൾ മാത്രം മാറി പുറത്തേക്ക് പോയത് പോർച്ചുഗലിന് വലിയ നിരാശയായിരുന്നു സമ്മാനിച്ചിരുന്നത്. മറുവശത്ത് ഹംഗറി കൗണ്ടർ ആക്രമണത്തിലൂടെ പോർച്ചുഗലിന്റെ ഡിഫൻസിനെ പലവട്ടം പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. 20-ാം മിനിറ്റിൽ ഹംഗറിയുടെ സ്ട്രൈക്കർ നടത്തിയ ദൂരം വിട്ട ഷോട്ട് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോയപ്പോൾ ആരാധകർ ഉച്ചത്തിൽ ആഹ്ലാദിക്കുന്നുണ്ടായിരുന്നു. അതേസമയം പോർച്ചുഗൽ പന്ത് കൈവശം വെച്ച് മത്സരത്തിൽ ഭൂരിഭാഗം നിയന്ത്രിച്ചുവെങ്കിലും ഫിനിഷിംഗിൽ കാര്യക്ഷമത കുറവായിരുന്നു. ഫെർണാണ്ടസും ബെർനാവോയും സിൽവയും നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയിൽ ഒന്നും ഗോളായി മാറിയില്ല. കളിയുടെ തീവ്രത വർദ്ധിച്ചതോടെ റഫറി പലതവണ കളിക്കാരെ ശാന്തമാക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയുമുണ്ടായി. ആരാധകരുടെ മുദ്രാവാക്യം നിറഞ്ഞ സ്റ്റേഡിയം ഓരോ മുന്നേറ്റത്തിലും ആവേശത്തിന്റെ തരംഗമായിരുന്നു സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗലിന്റെ ആദ്യ ഗോൾ അവസാനം 28-ാം മിനിറ്റിൽ എത്തിയിരിക്കുകയായിരുന്നു. ഇടത് വിങ്ങിലൂടെ മുന്നേറ്റം നടത്തിയ കാൻസലോ ബ്രൂണോ ഫെർണാണ്ടസിനോട് പന്ത് കൈമാറുകയായിരുന്നു. ഫെർണാണ്ടസ് അതിനെ പെട്ടെന്ന് തന്നെ റൊണാൾഡോയ്ക്ക് നൽകുകയായിരുന്നു. പ്രതിരോധ താരങ്ങളെ മറികടന്ന് ബോക്സിനുള്ളിലേക്ക് കടന്ന റൊണാൾഡോയെ തടയാൻ ശ്രമിച്ചപ്പോൾ ഹംഗറി താരങ്ങൾ തെറ്റായി ഇടിച്ചു വീഴുകയായിരുന്നു. റഫറി ഉടൻ തന്നെ പെനാൽറ്റി നൽകുകയായിരുന്നു. ആരാധകർ മുഴുവൻ നിരാശയോടെയും ശ്വാസത്തോടെയും പിടിച്ചു നിന്ന ആ സമയത്ത് ഒരു 40-കാരൻ സൂപ്പർ സ്റ്റാർ ആത്മവിശ്വാസത്തോടെ പന്ത് ഗോൾ പോസ്റ്റിന്റെ ഇടത് മൂലയിലേക്ക് അടിച്ച് കയറ്റുകയായിരുന്നു. ഗോൾ കീപ്പർ തെറ്റായ ദിശയിലേക്ക് ചാടുകയായിരുന്നു. ആ നിമിഷം സ്കോർ 1-0 മാറുകയായിരുന്നു. അതിനൊപ്പം തന്നെ ഒരു ചരിത്ര നേട്ടവും അയാൾ സ്വന്തമാക്കുകയായിരുന്നു. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ കാർലോസ് റൂയിസിന്റെ റെക്കോർഡ് റൊണാൾഡോ സ്വന്തമാക്കുകയായിരുന്നു. ഈ നേട്ടം അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു മൈൽ സ്റ്റോൺ ആയി മാറിയിരിക്കുകയാണ്. ഗോൾ നേടിയ ശേഷം ആരാധകർ മുഴുവൻ സ്റ്റേഡിയം നിറച്ച് ആഘോഷിക്കുകയായിരുന്നു. പോർച്ചുഗലിന്റെ മുന്നേറ്റം തുടരാനായിരുന്നുവെങ്കിലും ഹംഗറി താരങ്ങൾ വീണ്ടും പിടിച്ചു കെട്ടുകയായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ 1-0 മത്സരത്തിന്റെ ആവേശം അതിന്റെ പരമാവധിയിലേക്ക് ഉയരുന്നതായിരുന്നു. രണ്ടാം പകുതിയിൽ ഇറങ്ങിയ ഹംഗറി താരങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശക്തമായി മടങ്ങിയെത്തുകയായിരുന്നു. അവർ പോർച്ചുഗലിന്റെ ഡിഫൻസ് നിരയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി. 55 മിനിറ്റിനുള്ളിൽ ഇടത് വിങ്ങിൽ നിന്നുള്ള ക്രോസ് ഹംഗറിയുടെ സ്ട്രൈക്കർ ഹെഡറിലൂടെ നെറ്റിലെത്തിച്ചപ്പോൾ ആരാധകർ ആവേശത്തിൽ കൈയടിക്കുകയായിരുന്നു. സ്കോർ 1-1 അപ്പോൾ മത്സരം വീണ്ടും ജീവിച്ചിരിക്കുകയാണ്. പോർച്ചുഗലിന്റെ പ്രതിരോധം ആശയക്കുഴപ്പത്തിലായിരുന്നപ്പോൾ ഹംഗറി ആരാധകരുടെ മുദ്രാവാക്യങ്ങൾ സ്റ്റേഡിയത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ ഗോളിന് ശേഷം പോർച്ചുഗലിന് സമ്മർദ്ദം വർദ്ധിക്കുകയായിരുന്നു. അവർ വീണ്ടും ലീഡ് പിടിക്കാനുള്ള ശ്രമത്തിൽ ആക്രമണങ്ങൾ ശക്തമാക്കുകയായിരുന്നു. പോർച്ചുഗലിന്റെ രണ്ടാം ഗോൾ 63-ാം മിനിറ്റിൽ എത്തിയിരിക്കുകയാണ്. കാൻസലോ വലത് വിങ്ങിലൂടെ കടന്നെത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ ക്രോസിന് മറുപടിയായി ഡിയാഗോ ജോട്ട ഹെഡറിലൂടെ ഗോൾ നേടുകയായിരുന്നു. ഗോൾ നേടിയതിന് പിന്നാലെ പോർച്ചുഗീസ് ആരാധകർ അവിടെ ഒരു മുദ്രാവാക്യം തന്നെ മുഴക്കുകയായിരുന്നു. സ്കോർ 2-1 എത്തുമ്പോൾ എന്നാൽ ഹംഗറി വീണ്ടും മത്സരം കൈവിടാൻ തയ്യാറായിരുന്നില്ല. 70-ാം മിനിറ്റിൽ അവർ കൗണ്ടർ അറ്റാക്കിലൂടെ തിരിച്ചടിക്കുകയായിരുന്നു. ഇടത് വിങ്ങിൽ നിന്നുള്ള വേഗമേറിയ മുന്നേറ്റം പോർച്ചുഗലിന്റെ പ്രതിരോധത്തെ പൊളിച്ചടുക്കുന്നതായിരുന്നു. അവസാനം ഹംഗറി താരത്തിന്റെ ശക്തമായ ഷോട്ട് നെറ്റിൽ പതിഞ്ഞപ്പോൾ സ്കോർ വീണ്ടും 2-2 എത്തുകയായിരുന്നു.
മത്സരത്തിന്റെ ആവേശം വാനോളം ഉയരുകയായിരുന്നു ആ നിമിഷം. സ്കോർ 2-2 ആയപ്പോൾ മത്സരം പൂർണ്ണമായും തുറന്ന നിലയിലായിരുന്നു. ഇരു ടീമുകളും പരസ്പരം മുന്നേറ്റങ്ങൾ നടത്തുകയായിരുന്നു. പോർച്ചുഗൽ ആക്രമണത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ഹംഗറി പ്രതിരോധവും ഗോൾ കീപ്പറും ചേർന്ന് അതിനെ തടയുകയായിരുന്നു. 80-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് നടത്തിയ ഷോട്ട് പോസ്റ്റിൽ തട്ടി പുറത്തു പോയതിന് പിന്നാലെ പോർച്ചുഗലിന് വലിയ നിരാശയാണ് ഉണ്ടായത്. റൊണാൾഡോ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഗോൾ നേടാനായിട്ടുണ്ടായിരുന്നില്ല. സമയം കഴിയുമ്പോൾ മത്സരം സമനിലയിൽ അവസാനിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ പോർച്ചുഗലിന്റെ ആത്മവിശ്വാസം അവസാന മിനിറ്റിലും നിലനിൽക്കുകയായിരുന്നു. 88-ാം മിനിറ്റിൽ പോർച്ചുഗൽ വിജയ ഗോളിനായി നടത്തിയ ആക്രമണം നിർണായകമായി. ബെർണാൻഡോ സിൽവ ഇടതു വിങ്ങിലൂടെ മുന്നേറ്റം നടത്തിയപ്പോൾ അദ്ദേഹം നൽകിയ പാസ് കാൻസലോയ്ക്കാണ് ലഭിച്ചത്. കാൻസലോ ഒരു നിമിഷം പോലും വൈകാതെ വേഗത്തിലുള്ള ഒരു ഷോട്ട് കൊണ്ട് പന്ത് നെറ്റിലേക്ക് പറപ്പിക്കുകയായിരുന്നു. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനായില്ല. സ്കോർ 3-2 എത്തി. അവസാന നിമിഷത്തിൽ വന്ന ഈ ഗോൾ പോർച്ചുഗലിന് വിജയമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ആരാധകർ ആവേശത്തിന്റെ പരമാവധിയാണ് ആ സ്റ്റേഡിയത്തിൽ അപ്പോൾ മുഴക്കിയത്. സ്റ്റേഡിയത്തിൽ പോർച്ചുഗീസ് ആരാധകർ ഒരുമിച്ചാണ് ആ വിജയം ആഘോഷിച്ചത്. ഈ വിജയം പോർച്ചുഗലിന് വളരെ നിർണായകമായിരുന്നു. കാരണം തുടർച്ചയായ 2ാം എവേ മത്സരത്തിലും അവർ ജയിച്ച് ഗ്രൂപ്പ് എഫിലെ 1ാം സ്ഥാനത്തെ കൂടുതൽ ഉറപ്പിക്കുകയായിരുന്നു. ശനിയാഴ്ച അർമേനിയക്കെതിരെ നേടിയ 5-0 വിജയശേഷമാണ് ഹംഗറിക്കെതിരായ ഈ വിജയം. തുടർച്ചയായ വിജയങ്ങളിലൂടെ പോർച്ചുഗൽ അവരുടെ യോഗ്യതാ സാധ്യതകളെ കൂടുതൽ ഉറപ്പിച്ചിരിക്കുകയാണ്. റൊണാൾഡോയുടെ പെനാൽറ്റി ഗോൾ ചരിത്രപരമായ റെക്കോർഡ് സ്വന്തമാക്കിയപ്പോൾ കാൻസലോയുടെ വിജയ ഗോൾ പോർച്ചുഗലിന്റെ കരുത്തിനെ തെളിയിച്ചിരിക്കുകയാണ്. റൊണാൾഡോയുടെ നേട്ടം പ്രത്യേകിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. 40-കാരനായിരുന്നിട്ടും അദ്ദേഹം ഇപ്പോഴും തന്റെ ടീമിന്റെ പ്രധാന താരമായി തുടരുകയാണ്. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 39-ാം ഗോളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഇതോടെ കാർലോസ് റൂയിസിനൊപ്പം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി മാറിയിരിക്കുകയാണ്. 223 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 141 ഗോളുകൾ നേടിയിട്ടുണ്ട് അദ്ദേഹം. അത് തന്നെ ഒരു ലോക റെക്കോർഡ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കരിയർ പ്രായത്തോട് പൊരുത്തപ്പെടാത്ത രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മത്സരത്തിന് ശേഷം പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് തന്റെ താരങ്ങളെ പ്രശംസിക്കുകയാണ്. ഹംഗറിക്കെതിരായ മത്സരം വളരെ കഠിനമായിരുന്നു. എന്നാൽ ടീം ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ അവസാന നിമിഷം വരെ പോരാടിയത് അഭിനന്ദനാർഹമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റൊണാൾഡോയും തന്റെ സന്തോഷത്തെ പങ്കുവെക്കുകയാണ്. തന്റെ കരിയറിലെ ഓരോ ഗോളും പ്രത്യേകമാണ്. പക്ഷേ ടീമിന്റെ വിജയം ഒരുക്കുന്ന ഗോൾ തന്നെയാണ് ഏറ്റവും വിലപ്പെട്ടത്. പോർച്ചുഗലിന്റെ ആരാധകർ ഇപ്പോൾ അവരുടെ ടീമിന്റെ അടുത്ത മത്സരങ്ങളിലേക്കാണ് കണ്ണുകൾ പതിപ്പിച്ചിരിക്കുന്നത്. ലോകകപ്പ് 2026 ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗൽ മികച്ച രീതിയിൽ മുന്നേറുന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോൾ ഉള്ളത്.